നമസ്കാരം. ഹോം ടൂറിൻ്റെ പുതിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് വാണിയംകുളത്ത് പനയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മനുരാജ് എന്ന് പറഞ്ഞ ഖത്തറിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഒരു കസ്റ്റമറുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വീട് 2500 സ്ക്വയർ ഫീറ്റിലെ മനോഹരമായൊരു വീട്. ഈ വീടിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മനുരാജ് എന്ന് പറഞ്ഞ നമ്മുടെ കസ്റ്റമർ. അദ്ദേഹം ഖത്തറിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിലേക്ക് ആണ് ഞാൻ നിങ്ങളെ ഇന്ന് സ്വാഗതം ചെയ്യുന്നത്. കയറി വരുമ്പോൾ തന്നെ നമ്മൾ സ്വീകരിക്കുന്നത് നല്ലൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നല്ല ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാലേ ഈ ലപ്പോത്ര ഗ്രാനൈറ്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഗ്രാനൈറ്റ് ഇട്ടാൽ നല്ല വൃത്തിയാണ്. അതല്ലെങ്കിൽ അത് ഭാവിയിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ ഇത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ലപ്പോത്ര ടൈൽസ് ആണ് ആദ്യം പ്രിഫർ ചെയ്തത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഔട്ട് സൈഡ് ആയതുകൊണ്ട് കുറച്ചും കൂടി പിന്നെ ക്വാളിറ്റി ആകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഗ്രാനൈറ്റ് ആക്കി. പക്ഷെ സെയിം ആ ഫിനിഷ് തന്നെ വന്നു. അത് എന്നാ സ്ലിപ്പറി അല്ല ഇനി എന്നാ പിന്നെ കുറച്ച് മാറ്റ് കയ്യിൽ വരുന്നുണ്ട്. വുഡ് ആക്ച്വലി ഇത് റിയൽ വുഡ് അല്ല. അല്ല ഇതൊരു ഇത് റിയൽ വുഡ് അല്ല. ഇത് ആക്ച്വലി ഒരു സിമെന്റിന് മുന്നേ നമ്മുടെ കോൺട്രാക്ടർ പറഞ്ഞ ചന്ദ്രൻ പറയും. അപ്പൊ പുള്ളിയുടെ ഒരു ഡിസൈൻ വർക്കാണ് ഇത്. അപ്പൊ നമ്മളിങ്ങനെ ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളി അനുസരിച്ച് ചെയ്താണിത്. ഇത് സിമെന്റില് അവര് കറക്റ്റ് വർക്ക് ചെയ്തതിന് ശേഷം സിമെന്റിൽ അതിന് ശേഷം അതിൽ പെയിന്റ് വരുന്നതാണ്. അവരുടെ പെയിന്റ് വർക്കാണിത്. ആ പെയിന്റിലാണ് അതാണ് വരുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞാനിത് തൊട്ടിട്ടത് ഏത് വുഡാണെന്ന് ചോദിക്കാൻ വരികയായിരുന്നു. അത് അവര് പെയിന്റ് വർക്കിലാണ് അവരുടെ പെയിന്റും പിന്നെ അവരുടെ രണ്ടും പെയിന്റിങ്ങിന്റെ നന്നായി ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ അവര് കറക്റ്റ് ആയിട്ട് കൺസ്ട്രക്ട് കൂടി ചെയ്തോണ്ടാണ് ആ ഡിസൈൻ കൺസ്ട്രക്ട് ചെയ്തോണ്ടാണ് അത് അത്രയും ഭംഗിയാണ്. ഈ ടൈപ്പ് ചെയർ ഇനി ഞാൻ കാണാത്തോണ്ടാണോ എന്നറിയില്ല. അത് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ആക്ച്വലി ശരിക്കും അത് പ്ലാസ്റ്റിക് ആണോ? അല്ല, ചൂരലാണ്. പക്ഷെ ഫൈബർ കൊടുത്തത്. പക്ഷെ ക്വാളിറ്റി ആയിയാണ്. ഇതിപ്പോ മറ്റേ ചൂരലൊക്കെ അടിച്ച് ഇടയ്ക്ക് അവിടെ ഇവിടെ പൊങ്ങി നിൽക്കും എന്നൊക്കെ. പക്ഷെ അതിന്റെ തന്നെ ഫൈബർ പുതിയ വരുന്ന മോഡലാണ്. ഇത് ഹെവി ഡ്യൂട്ടി ആണ്. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് നല്ലൊരു വെയിറ്റ് ഉള്ള ആള് ഇടക്കയിൽ ഇരുന്നാലും അതിനെ ക്യാരി ചെയ്യും. അല്ല, ഞാനിത് ചൂരലാണോ പ്ലാസ്റ്റിക് ആണോ, ചൂരലല്ലാന്ന് പെട്ടെന്ന് കണ്ടപ്പോ തോന്നി. വളരെ നന്നായിട്ടുണ്ട്. ഒരു ചൂരലിന്റെ ഒരു കസേര പോലെ തന്നെയാണ് വരുന്നത്. വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. ഇത് ഡബിൾ ഹൈറ്റ് ആണല്ലോ. ഡബിൾ ഹൈറ്റ് ആണ്. നല്ല തണുപ്പുണ്ട്. അവിടെ നിങ്ങൾ കയറിയതിനേക്കാളും നല്ല തണുപ്പുണ്ട്. ഇതിവിടെ ആക്ച്വലി ഡബിൾ ഹൈറ്റിൽ നമ്മുടെ മെയിൻ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഡബിൾ ഹൈറ്റ് വരുന്ന സമയത്ത് അതിന്റെ മുകളിൽ ഓൾറെഡി ഡബിൾ ഹൈറ്റ് 2 ഹൈറ്റ് വന്നു. ആ ഹൈറ്റിന്റെ മുകളിൽ തന്നെ നമ്മൾ ചെറുതായിട്ട് ഓട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഓടിന്റെ സെപ്പറേറ്റ് വേറെ കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഓടും ഡബിൾ ഹൈറ്റും കൂടി കൂടേണ്ട സമയത്ത് അതിന്റെ ഹീറ്റൊക്കെ മുകളിൽ നിൽക്കും. ആ ഓട് വെച്ച് എൻ്റെ അവിടെ ചെറിയൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്. ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ ഫുള്ള് ഓട്ട് കംപ്ലീറ്റ് അതിൽ ഫിൽ ആവും. അപ്പൊ താഴത്തേക്ക് ഇറങ്ങില്ല. ആ ഫീൽ ഉണ്ട്. ആ തണുപ്പുണ്ട്. നമുക്ക് ഇതിൽ നിൽക്കുമ്പോഴേ നമുക്ക് തണുപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാലക്കാടൻ കാലാവസ്ഥയ്ക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലതാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് ആണ് കുറച്ചൊരു ഇതില് മെയിൻ്റെനൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മാറാലടിക്കാൻ അതിനുള്ള സ്റ്റിക്ക് മേടിച്ച്. ഓക്കെ, ഇത് വളരെ നന്നായിട്ട് ഈ ഡബിൾ ഹൈറ്റിലുള്ള ഇവിടെ ടിവിയുടെ അല്ലെ ഒരു അടിപൊളിയായിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കോട്ടയാടാണ്. ഈ കോട്ടയാടിന് ഒരു പ്രോമിനൻസ് കൊടുത്തിട്ടാണ് തോന്നുന്നത് ചെയ്തത് ഫുൾ വീടുള്ള അല്ലെ. ഈ കോട്ടയാട് നമ്മൾ പണ്ടത്തെ 4 കെട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് എൻ്റെ ഒരു ഐഡിയ. എനിക്കിങ്ങനെ എനിക്ക് ഭയങ്കര ട്രഡീഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ആ സാധനം വേണമെങ്കിൽ ഇന്നാ മോഡേൺ ആകും. അപ്പൊ ഞാൻ ഇതിനെ ഹൈലൈറ്റ് ചെയ്താണ് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും വരുന്നത് ഫുള്ള്. ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് സിറ്റ് ഔട്ട്, പിന്നെ അതുപോലെ ഈ കോട്ടയാടിന്റെ അവിടെ വന്നിട്ട് കോട്ടയാടിന്റെ ആ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ഡൈനിങ്. അപ്പൊ ഡൈനിങ് ഒന്നും കോട്ടയാടിലേക്കുള്ള വ്യൂ അത് ഈ ചുമരും ഈ സാധനം കിട്ടും. അത് ഇത് നല്ലൊരു വാള് അല്ലെ. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിനൊരു ടോട്ടൽ ആംബിയൻസ് കൊടുക്കും. ഇതിപ്പോ അവിടെ നിന്നുള്ള ഒരു വ്യൂ അവിടുന്ന് ആംബിയൻസ് നല്ല വ്യൂ ആയിട്ട് ഇത് കിട്ടും. അതേപോലെ ഇവിടെ നോക്കുമ്പോൾ ആൾക്കാർ കയറി വരുമ്പോൾ തന്നെ കൃഷ്ണൻ അതായിട്ടുള്ള ഒരു പൂജാമുറി. ആക്ച്വലി ഇതൊരു കോട്ടയാട് എന്നല്ല, ഇത് കോട്ടയാട് വിത്ത് പൂജാമുറി എന്നുള്ള കൺസെപ്റ്റ്. അതായത് ഈ ഫ്ലോറിലേക്ക് ആരും ഇറങ്ങില്ല. അപ്പൊ നോർമലി എനിക്ക് കോട്ടയാടിന് വേണ്ടി വെറുതെ വേസ്റ്റ് ചെയ്യണ്ട, കംപ്ലീറ്റ് കോട്ടയാട് വേസ്റ്റ്. അപ്പൊ അത് പൂജാമുറിയും കൂടി ആയി. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ലോക്കഡായി. ഓ അത് ശരി. ഓപ്പൺ എന്നിട്ട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ വിളക്ക് ഇവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വേറൊരു പൂജാര സാധനം. എന്നിട്ട് പിന്നെ അത് ജസ്റ്റ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൃത്തിയിൽ അവിടെ ഇരിക്കും. അതിപ്പോ പുറത്തേക്ക് അതിന്റെ ഒരു സാധനങ്ങളൊന്നും വരില്ല. ഓ, അത് നല്ല കോൺസെപ്റ്റായി. ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു കാര്യം കേട്ടോ,
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡബിൾ ഹൈറ്റും ഈ തണുപ്പും അത് ഭയങ്കര ambience. വേറൊരു ഫീലാണ്. അതായത് ഇവിടുന്ന് ഇപ്പൊ ഇത് അടിച്ച തന്നെ നിങ്ങൾക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ചാരുപൊടിയാണ് വരുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ നിന്നുള്ള പൂജയും കാര്യങ്ങളും മുകളിൽ ഒരാള് ഇപ്പൊ ഞാൻ എന്റെ മാസ്റ്റർ ബെഡ്റൂം മുകളിൽ വരുന്നത്. അപ്പൊ തന്നെ രാവിലെ ഞാൻ ആ വാല് ഉറക്കുന്നതിന് എനിക്ക് ഒരു 6:30 ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പോസിറ്റീവ് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അല്ല ഭയങ്കര സ്പിരിച്വാലിറ്റിയാണ് നമ്മളെ ദൈവത്തെ കൊണ്ടുള്ള ഒരു അടുപ്പം. അതെ, സത്യം. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ അതുള്ള ജാളി കട്ടിംഗ് ആണോ, അത് എന്താ സംഭവം? അത് ഇല്ല, ആക്ച്വലി അത് ജാളി കട്ടിംഗ് അല്ല. ജാളി കട്ടിങ്ങിന് അറിയാലോ, ചെറുതായിട്ട് ഈ മാറാലിയും അതും ഇതൊക്കെ വന്ന കുറച്ചുകൂടി കട്ടി തിക്നെസ് കൂടും. അപ്പൊ നമ്മളിത് ചെയ്താൽ തിക്നെസ് എനിക്ക് അത്ര വേണ്ടെന്നുള്ള CNC കട്ടിങ് ചെയ്ത് CNC കട്ടിങ്ങിൽ പുട്ടി അടിച്ചിട്ട് അതിൽ സെയിം ഇവിടെ നമ്മൾ അടിച്ച പെയിന്റ് തന്നെ വുഡൻ സെയിം വുഡൻ ഫിനിഷ് പെയിന്റ് ആണ്. നല്ല ഇന്റീരിയർ ഒരു മാച്ചിങ് വരുന്നത്. അത് പിന്നെ മെറ്റീരിയൽ എന്താണ്? അത് പ്ലൈവുഡ് മെറ്റീരിയൽ ആ പ്ലൈവുഡ് തന്നെ, നോർമൽ പ്ലൈവുഡ് ആണ്. അത് CNC കട്ടിങ് വരുമ്പോൾ നമ്മൾ വളരെ നന്നായി കട്ട് ചെയ്തത്. അത് ബാക്ക് ഡ്രോപ്പിൽ കൊടുത്തതുകൊണ്ടേ അത് വളരെ നന്നായി. എനിക്ക് തോന്നുന്നത് ആ സ്പേസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഡൈനിങ് ഹാളിന്റെ ഈ സ്പേസിൽ ഭയങ്കര യൂട്ടിലൈസേഷൻ വന്ന എനിക്ക് തോന്നുന്നു. സ്പേസ് യൂട്ടിലൈസേഷന്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കോണിച്ചോടാണ്. കോണിച്ചോട് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അവർ വാഷ് ഏരിയ ആക്കിയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു നമ്മളെ ഈ പ്ലൈവുഡിലുള്ള ഈ ഒരു ജാളി പോലെ കട്ട് ചെയ്ത ഒരു സംഭവം കൂടി ഇവിടെ വന്നപ്പോൾ ഇതിനൊരു ക്ലോസ്ട്രോഫോബിക് എഫക്റ്റ് ഒക്കെ പോയി നമുക്കൊരു വിശാലത വന്നു. കോണിച്ചോടാണെങ്കിലും അത് കോണിച്ചോടിൻ്റെ ഒരു ഫീലിംഗ് തരാതിരിക്കാൻ ഈ ഒരു ഓപ്പണിംഗ് ഒക്കെ നമ്മൾ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തന്നെയല്ല ഇവിടെ ഒരു ചെറിയ ഗ്രീനറി പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമുക്കൊരു വിരസത നമുക്ക് ശരിക്കും ഒഴിവാവും. കറക്റ്റ് സ്പേസ് യൂട്ടിലൈസേഷൻ ആണ്. സ്റ്റോറേജ് ഒക്കെ കോണിച്ചോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ നല്ലൊരു ബ്ലെൻഡ് ആയിട്ടുണ്ട്. അതാണ് ഇതിൽ എനിക്ക് വലിയൊരു അട്രാക്ഷൻ തോന്നിയൊരു കാര്യം. ഇവിടുന്ന് ടോട്ടലി ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒറ്റ ഡിസൈനാണ്, കണ്ടിന്യൂറ്റി ഉണ്ട്. പണ്ടത്തെ ഒരു ഐഡിയ വെച്ചാൽ ബ്ലാക്ക് ബോർഡർ കൊടുക്കുക എന്നുള്ളൊരു പ്ലാൻ ആദ്യം നോർമലി കൺസെപ്റ്റ് നമ്മുടെ. പക്ഷെ എനിക്ക് വെച്ചാൽ ബ്ലാക്ക് ബോർഡർ ഇപ്പൊ ഇത് വെക്കുമ്പോൾ ഇത് ഓൾറെഡി ബോർഡറായി. ഇതിനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് വെച്ചാൽ സിംഗിൾ പാറ്റേൺ സിംഗിൾ ഇത് കിട്ടണം. ഇത് വെച്ചാൽ ടൈൽസ് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ടൈൽസും ആണ് നമ്മളിപ്പോ യൂസ് ചെയ്താക്കുന്നത്. അല്ലെ 60x120 മെറ്റീരിയൽ വരുന്നത്. അതിനെ ബ്ലാക്ക് ലൈൻ കൂടി ഇട്ടപ്പോ അതിന് മാച്ച് ആയി. ഇത് നമ്മൾ എപ്പോക്സി അല്ലേ ഇട്ടിരിക്കുന്നത്? എപ്പോക്സി. പക്ഷേ എപ്പോക്സി എനിക്ക് തോന്നുന്നു എന്റെ വിട്ട് കുറവാ കൊടുത്തു. ഞാൻ ഇവിടെ നോർമലി പറഞ്ഞു എന്റെ അടുത്ത്, പക്ഷെ ഞാൻ കമ്മിയൊക്കെ കൊടുത്തു. അവിടെ കൊടുക്കണം പോലെ കൊടുത്തു. അവിടെ കൊടുക്കണം. ഖത്തറിലെ അതേ സെയിം പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. ഇത് ഏതാ വുഡ്? ഇതും വുഡല്ല. ഇത് ആക്ച്വലി സിമെന്റ് ബ്ലോക്കിൽ ഫസ്റ്റ് തന്നെ കൺസ്ട്രക്ട് ചെയ്ത് കണ്ട വീട്ടുതടി പോലെ ഉണ്ട്. വീട്ടുതടി കറക്റ്റ് കൺസ്ട്രക്ട് ചെയ്ത്, അതായത് ഇതിന്റെ വർക്കേഴ്സ് തന്നെ ചെയ്ത് സെറ്റ് ആക്കിയ സിമെന്റ് ബ്ലോക്കിൽ നമ്മൾ പെയിന്റ് അടിച്ചിറക്കണം. അറിയോ, പൂജാമുറിയൊക്കെ ആകുമ്പോൾ നമ്മുടെ കോട്ടയാട് അപ്പൊ ട്രഡീഷണൽ കോൺസെപ്റ്റ് ശരിക്കും വുഡനാണല്ലോ വരിക. അടിപൊളിയായത്, അത് സൂപ്പറായി. മറ്റേ വുഡ് വെച്ചാൽ നമുക്കറിയാലോ കുറെ മെയിൻ്റെനൻസ് കുറെ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും നല്ല ക്വാളിറ്റിയിൽ ചെയ്യാനുള്ള പണിക്കാർ കയ്യിൽ ടീമിലുണ്ട്. അപ്പൊ അവര് തന്നെ രീതിയിൽ ചെയ്തതാണ്. അതുപോലെ ഇത് ഇവിടെ ഇതെന്താ ടൈലാണോ? അല്ല, ടൈലല്ല, ഇത് നമ്മുടെ പ്ലൈവുഡില് നമ്മൾ മൈക്ക് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഡൈനിങ് ഹാൾ. ഡൈനിങ് ഹാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് ഡയറക്റ്റ് മറ്റേ ഈ ഒരു വ്യൂ ആണ് കിട്ടുക. പിന്നെ ഓപ്പൺ കിച്ചന്റെ കൺസെപ്റ്റ് ഒരു ഓപ്പൺ കിച്ചൺ നല്ല ഒരു കണക്കിന് എന്താ പറയുക, കുറേ ചുമരുകളൊക്കെ ഒഴിവാകുമ്പോൾ തന്നെ പേഷ്യൻസും തോന്നും, ഒരു പോസിറ്റീവ് മൈൻഡും ഉണ്ട്. ആക്ച്വലി നമ്മുടെ നാട്ടിലുള്ള എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു കൺസെപ്റ്റ് ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ കിച്ചൺ, സ്മെല്ല് വരും, അത് വരും, അങ്ങനെയുള്ള കുറേ കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് അതിനുള്ള ടെക്നോളജി ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ടെക്നോളജി ഉണ്ട് എന്നുള്ളത്. അത് പണ്ട് ഓക്കെ പറഞ്ഞാലേ തരാം. ഇപ്പം നമുക്ക് ഓപ്പൺ കിച്ചണിലും എല്ലാ ടെക്നോളജി നമ്മളത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതായത് സ്മെല്ല് വന്നാലും അത് ഈസി ആയിട്ട് അതിനെ ഗ്രാബ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഇതുണ്ട്, പവറുണ്ട്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. ഇതെനിക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ നല്ല രസമായി. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പെട്ടെന്നൊരു ദോശയൊക്കെ കഴിച്ച് പോവാം. ഈ ടൈല് നമ്മൾ തന്നോണ്ട് പറയല്ല, ടൈല് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ കാണുമ്പോഴേ ഇത് ഇങ്ങനെ ഷോറൂമിൽ ഇങ്ങനെ കുത്തി നിർത്തിയപ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും തോന്നിയിരുന്നു. പക്ഷെ ഇതിങ്ങനെ ടോട്ടൽ ആംബിയൻസിന് സൈഡിൽ കൂടെ ഭയങ്കരമായിട്ട് അത് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഭംഗിയുണ്ട്. ഇത് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ കൗണ്ടറിനും യൂസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ കൗണ്ടറുകളും 2-3 കൗണ്ടർ വരുന്നുണ്ട്. വാഷ് ബേസിന്റെ അവിടെ, പിന്നെ മുകളിലൊരു കൗണ്ടർ വരുന്നുണ്ട്. എല്ലാ കൗണ്ടറുകളും യൂസ് ചെയ്യും. പക്ഷേ ഇതിന്റെ ആ ബ്ലൂ, പിന്നെ ആ ഒരു ഇടയിലുള്ള ബ്ലൂ ആൻഡ് ബ്ലാക്ക് പറഞ്ഞാൽ ഭയങ്കര ഇത് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇത് മനസ്സിലായിരുന്നില്ല.
ഇത് ഇനി ലൈറ്റും കൂടി വരുമ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത്. ഞാനത് പറയാൻ മതി, ലൈറ്റ് നല്ല ക്ലാസ് ആയിട്ടുണ്ട്. ഈ ബ്ലൂവും ഇതിന്റെ ഒരു വാം ലൈറ്റും അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ കജാരിയുടെ വോൾഗ ബ്ലൂ എന്ന് പറഞ്ഞ നമ്മുടെ കിച്ചണില് ഈ വാളിന്റെ സൈഡിലും ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളി. ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇത്, ഇങ്ങനത്തെ ചെറിയ ഒന്നര പീസ് ടൈൽസ് വെച്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചളിയാവാനുള്ള ചാൻസ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ചൊരു ഗ്ലോസി ആവണമെന്ന ഒരു ഇതായിട്ടുള്ള ടൈലാകുമ്പോൾ ഡിസൈനായി. പിന്നെ ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ബ്ലാക്ക് ഗ്രേ വുഡൻ. ഈ ഒരു കോംബോ ആണ് കൂടുതൽ യൂസ് ചെയ്തത്. ബ്ലാക്ക് ഗ്രേ വുഡൻ. ഇത് ശരിക്കും ഇതെന്താ മെറ്റീരിയൽ? എന്താ ഇത് മെറ്റീരിയൽ ശരിക്കും നോർമൽ ആയിട്ടുള്ള ഈ പെയിന്റ്സ് വർക്കിന്റെ ടീമിൽ തന്നെ അടിച്ചിട്ട് ഫ്രെയിം ചെയ്ത സംഭവം. പക്ഷെ ഇത് എന്താ പറയുക, ഒരു സ്പിരിച്വാലിറ്റി അതിനുണ്ടല്ലേ, ആ സെയിം സാധനത്തിനും ഉണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എവിടെ, താഴെയാണോ അതോ? അല്ലല്ല, മാസ്റ്റർ ബെഡ്റൂം മുകളിലാണ്. ഇപ്പൊ താഴത്തെ രണ്ട് ബെഡ്റൂമാണ്. അതിലെ ഒരു ബെഡ്റൂമാണ് ഇപ്പൊ നമ്മൾ കയറാൻ പോകുന്നത്. ഈ ഇത് പറഞ്ഞാൽ നമ്മളെ ആ ടൈല് കംപ്ലീറ്റ് ഒറ്റ കണ്ടിന്യൂഷൻ എല്ലാം, അതായത് എനിക്ക് ടൈലോട് അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ചെയ്തത്. കാരണം വെച്ചാൽ എനിക്ക് അതിന്റെ ക്വാളിറ്റി അതിന്റെ ഇതും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഫുൾ ഫ്ലോർ അത് എനിക്ക് ഇവിടുന്ന് ആ തല കൊണ്ട് ഈ തല മുകളിലും ആകെ ഒരൊറ്റ ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ ഒരു ഏരിയ മാത്രം ആണ് നമ്മൾ വേറൊരു ടൈൽ യൂസ് ചെയ്തത്. ഇനിയിപ്പോ അടുത്തത് സെക്കൻഡ് ബെഡ്റൂം. സെക്കൻഡ് ബെഡ്റൂമാണ്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കയറി വരുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡില് അതേ സ്പേസ്, എനിക്ക് അത് പുറത്തേക്ക് ഒന്നും വരണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളൂടി ഒരു കബോർഡ് കൊടുക്കും. അപ്പോൾ ഒരു കബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് സ്പേസ് ചെയ്തു. പിന്നെ ഒരു ബെഡ്റൂം എന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബെഡ്റൂം പ്രൈവസി കൊടുക്കാൻ വേണ്ടി ഇത് ഇത്ര സ്പേസ് പ്രൈവസി. അപ്പൊ ജസ്റ്റ് കഴിഞ്ഞിട്ട് മാത്രമാണ് പിന്നെ ബെഡ്റൂമിലേക്ക് കയറിയിട്ട് നല്ല പ്രൈവസി. അതെ. കാരണം ഇത്ര ഏരിയ നമുക്ക് പെട്ടെന്ന് ഒരു പ്രൈവസി ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കബോർഡില് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേഷ്യസ് ആയി. പിന്നെ അതിന് ചേർന്ന ബാത്റൂം നിൽക്കും. ഈ ഒരു മറ്റേ ഗ്രേ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ട് അല്ലേ? അതെ. അത് ഈ ടൈലിന് ഗ്രേ മാച്ചാണ്. ടൈലിന് ഗ്രേ മാച്ചാണ്. ആക്ച്വലി ഇതും വുഡനും മാച്ചാണ്. ഇത് ഈ ടൈൽ വുഡനും മാച്ചാണ്. ഇത് പിന്നെ നമ്മുടെ ബാത്റൂം അല്ലേ? ബാത്റൂം നമ്മള് നമ്മള് സെയിം ഏതാണ്ട് സെയിം പാറ്റേൺ ഉള്ള ടൈലാണ്.